ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനശ്വരമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായി തീർന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിനുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫിറൗൺ റംസേസ് എന്ന ഐഡിയിൽ വരുന്ന ഷാഹുൽ ഹമീദ് എന്ന എക്സ് മുസ്ലിമാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം വർഷങ്ങളായി എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്. പരസ്പര ബഹുമാനത്തോടെ ഫേസ്ബുക്കിൽ ഞങ്ങൾ പല വിഷയങ്ങളിൽ തർക്കിക്കുകയും വിയോജിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെ ഒരു ബഹുമാനമൊന്നുമില്ല. ബഹുമാനം അർഹിക്കുന്ന വിധത്തിലുള്ള സംസാരമല്ല അദ്ദേഹം ക്ലബ് ഹൗസിൽ നടത്തുന്നത്. അദ്ദേഹം ക്ലബ് ഹൗസിൽ സംസാരിച്ചിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കേൾപ്പിക്കുന്നില്ല. കാരണം ബൈബിളിനെതിരായിട്ട് വന്ന ആരോപണത്തിന് മറുപടിയായി ചെയ്യുന്ന വീഡിയോ ആണിത്. സ്വാഭാവികമായും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പല മാതാപിതാക്കളും ഈ വീഡിയോ കേൾപ്പിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഷാഹുൽ ഹമീദ് അടക്കമുള്ള എമുക്കളും നാസ്തികരും വിശ്വാസികളോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. കുഞ്ഞുങ്ങളെ മാത്രമല്ല, ഒരു മാന്യമായ ഒരു സദസ്സിനകത്ത് വെച്ച് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്. അതുപോലെയുള്ളതാണ്. ഈ എ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്ന അഡൽട്സ് ഓൺലി ബോർഡ് വെച്ച് പ്ലേ ചെയ്യിപ്പിക്കേണ്ട ക്ലിപ്പുകളാണ് ഈ നാസ്തികന്മാര് അവരുടെ റൂമുകളിൽ ഇരുന്നിട്ടായാലും, അതല്ല ഈ കത്തോലിക്കരുടെ റൂമുകളിൽ വന്നിരുന്നിട്ടായാലും ശരി, ബൈബിളിനെതിരെയും ദൈവത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ വോയിസ് ക്ലിപ്പുകൾ ഞങ്ങൾ ഒഴിവാക്കി വിടുന്നില്ല. ദൈവം അനുവദിച്ച അടുത്ത വീഡിയോയിൽ ഞങ്ങളത് കേൾപ്പിക്കാം. അടുത്ത വീഡിയോ ഇവരോടുള്ള ഞങ്ങളുടെ ചില ചോദ്യങ്ങളാണ്. ഈ വിഷയം തന്നെ ബന്ധപ്പെടുത്തി ഇട്ടിരിക്കുന്ന പോസ്റ്റിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ദൈവം അനുവദിച്ചാൽ അടുത്തതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണത്തിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള മറുപടിയാണ്. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുമെന്നുള്ളത് കൊണ്ട്, ഞങ്ങളുടെ സഹോദരിമാരൊക്കെ കേൾക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരുടെ ക്ലിപ്പുകൾ ഇതിൽ കേൾപ്പിക്കാൻ താല്പര്യപ്പെടാത്തത്. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ ഞങ്ങൾ ആരോപണത്തിന് മറുപടി കൊടുക്കുന്നതോടൊപ്പം തന്നെ തിരിച്ചു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. അതേ കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണെന്നുള്ള തിരിച്ചു ചോദ്യങ്ങളുമുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ തിരിച്ചു ചോദ്യം ഇല്ല. അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാണ്. ഇത് പക്ക ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബൈബിൾ പഠന ക്ലാസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്നാലും ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഷാഹുൽ ഹമീദ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. അബ്രഹാം സ്വന്തം പിതാവിന്റെ മകളെ കല്യാണം കഴിക്കുകയും പിന്നെ രണ്ടാവർത്തിയെങ്കിലും സാറയെ സഹോദരി എന്ന് പറഞ്ഞ് പരപുരുഷന് വിട്ടുകൊടുക്കുന്നുമുണ്ട്. അതിലൂടെ നല്ലൊരു അളവ് സമ്പാദ്യം നേടിയെടുക്കുന്നുമുണ്ട്. അബ്രഹാം പുത്രന്മാരിലൂടെയാണ് ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാം ഉണ്ടായത് എന്ന് ഈ മതങ്ങൾ മേനി കൊള്ളുന്നുമുണ്ട്. ഇങ്ങനെ ഒരാളെ പ്രവാചകന്മാർക്ക് തന്നെ പൂർവ്വപിതാവായി ചൂണ്ടിക്കാണിക്കുന്നതിൽ ഈ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികത എന്താണ് എന്നാണ് ഷാഹുൽ ഹമീദ് ചോദിക്കുന്നത്. നാസ്തികര് മാത്രമല്ല, ദാവാക്കാരും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷെ അവരുടെ ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മതങ്ങളിലെ ധാർമ്മികതയെക്കുറിച്ചല്ല അവർ ചോദിക്കാറ്. പ്രവാചകന്മാരെ അവഹേളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ബൈബിളിൽ തിരികെ കയറ്റിയതാണ് ഇത്തരം കഥകളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ മനുഷ്യൻ തിരുത്തിയ ഗ്രന്ഥമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ഈ ഭാഗം എടുക്കാറുള്ളത്. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവാചകന്മാർ തെറ്റ് ചെയ്യുകയില്ല, പ്രവാചകന്മാർ കളവ് പറയുകയില്ല, പ്രവാചകന്മാർ സത്യം മാത്രമേ പറയുകയുള്ളൂ, ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരു തെറ്റ് വരികയില്ല. അങ്ങനെയാണ് ഇസ്ലാം വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അബ്രഹാം, അല്ലെങ്കിൽ അവർ ഇബ്രാഹിം എന്ന് പറയും, നമ്മുടെ അബ്രഹാമും അവരുടെ ഇബ്രാഹിമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ അവർ അവകാശപ്പെടുന്ന അങ്ങനെയാണ്. അപ്പൊ ഇബ്രാഹിം നബി കള്ളം പറഞ്ഞിട്ടില്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ഭാഗം അവരെടുക്കാറുള്ളത്. നിങ്ങൾ ഈ ഷാഹുൽ ഹമീദിന്റെ പോസ്റ്റ്, ഫേസ്ബുക്കിലിട്ട പോസ്റ്റൊക്കെ നല്ല രസമാണ്, അതിലെ ചർച്ചയൊക്കെ. അബ്രഹാമിന്റെ ഭാര്യാപിതാവ് ആര്, മാതാവ് ആര്, ബൈബിൾ തെളിവ് പറയുക എന്നൊരാൾ ഷാഹുൽ ഹമീദിനോട് ചോദിച്ചപ്പോൾ ഈ ഷാഹുൽ ഹമീദ് അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിലും ഫിലിപ്പ് കേജെ എന്ന ഒരു മുക്രി വന്ന് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. മുക്രി എന്ന് പറഞ്ഞാൽ മുൻ ക്രിസ്ത്യാനി. അതായത് ഇവരിപ്പോ എമു എന്ന് വിളിക്കുന്നുണ്ടല്ലോ. എമു എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം. അവർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നതാണ് അത്. എക്സ് മുസ്ലിം എന്നതിന്റെ ചുരുക്കമായിട്ടാണ് അവർ എമു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്, എമു എന്ന് പറയുന്നത്. അപ്പോ മുൻ ക്രിസ്ത്യാനി എന്നുള്ളതിനെ, ഈ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാസ്തികനാണ്. അപ്പൊ മുൻപ് ക്രിസ്ത്യാനി ആയിരുന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോ മുൻപ് ക്രിസ്ത്യാനിയായിരുന്നു, ഇപ്പൊ അല്ലാതിരിക്കുന്നയാൾ എന്ന് വെച്ചാൽ മുൻ ക്രിസ്ത്യാനി.
അപ്പോൾ മുൻ ക്രിസ്ത്യാനിയെ ചുരുക്കമായിട്ട് എക്സ് മുസ്ലിമിനെ ചുരുക്കി എമു എന്ന് വിളിക്കാമെങ്കിൽ മുൻ ക്രിസ്ത്യാനിയെ ചുരുക്കി മുക്രി എന്ന് വിളിക്കാം. അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്റെ ബോധ്യം. ഫിലിപ്പ് KJ എന്ന മുക്രി വന്നിട്ട് അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനിയാണെന്ന് മേനി പറഞ്ഞ് നടക്കുന്നതേയുള്ളൂ, ബൈബിളിൽ എന്തെഴുതി വച്ചിരിക്കുന്നു എന്നറിയില്ല. അബ്രാഹാമിന്റെ പിതാവിന്റെ പേരാണ് തേരാഹ്. തേരാഹിന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകളാണ് സാറ. ഇസ്രായേൽക്കാർ പിതൃപാരമ്പര്യം പിന്തുടരുന്നവരാണ്. മക്കൾ പിതാവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, മാതാവിന്റെ പേരിലല്ല. താങ്കളും ഞാനും പിതാക്കളുടെ പേരിൽ അറിയപ്പെടുന്നത് പോലെ. തേരഹിന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകളാണ് സാറ എന്നാണ് മുക്രി ഫിലിപ്പ് പറയുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഇവന്മാര്. അതിപ്പോ ഇവര് മാത്രമല്ല കേട്ടോ, നാസ്തികനായാലും എമു ആയാലും മുക്രി ആയാലും ദാവാക്കാരനായാലും സംഘി ആയാലും എല്ലാത്തിനെയും ഒരേ ചട്ടിയിലിട്ട് വറുത്തു കോരിയെടുക്കാം. ഈ ബൈബിൾ വിമർശനത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ബൈബിൾ വിമർശനത്തിന്റെ കാര്യത്തിൽ ഇവന്മാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കാരണം ബൈബിൾ ഇവരാരും വായിച്ചിട്ടില്ല. ഇതൊന്നും വായിക്കുക പോലും ചെയ്യാതെയാണ് ഈ വിമർശനത്തിന് വരുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്നത്. പിന്നെ വേറൊരു എമു ആയ ഷാജിദ വടക്കൂട്ട് അവര് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ബൈബിൾ പറയുന്ന ഈ കഥ തോറയും ഖുറാനും അംഗീകരിക്കുന്നുണ്ടോ, മുസ്ലിമും ജൂതനും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അഞ്ജനം എന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള കാര്യങ്ങള് തോറ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അബ്രഹാമിനെ കുറിച്ചുള്ള കാര്യം വരുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ അബ്രഹാമിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അബ്രഹാമിന്റെ ചരിത്രം അവിടെയാണല്ലോ കിടക്കുന്നത്. പിന്നെ വേറെ പലയിടങ്ങളിലായിട്ട് അബ്രഹാമിനെ പരാമർശിച്ചു പോകുന്നുണ്ടെങ്കിലും അബ്രഹാമിന്റെ ചരിത്രമുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിലൊന്നായ തോറയിലൊന്നായ ഇതിലാണ്. അപ്പൊ ഇത് ചോദിക്കുകയാണ്, തോറ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തോറ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തോറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. അത് ബൈബിളിന് പുറത്തുള്ള വേറെ ഏതോ പുസ്തകമാണെന്നാണ് ഇവരുടെ വിചാരം. വിമർശിക്കാൻ വരുമ്പോ മിനിമം പുസ്തകത്തിന്റെ ഉള്ളടക്കം അറിഞ്ഞു വച്ചില്ലെങ്കിലും, അതായത് പുസ്തകമൊക്കെ വായിച്ച അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിഞ്ഞു വെച്ചില്ലെങ്കിലും ആ പുസ്തകത്തെ കുറിച്ചെങ്കിലും എന്തെങ്കിലും അറിഞ്ഞു വെക്കണ്ടേ. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ്, തോറ എന്ന് പറയുന്നത് എന്താണ്, ബൈബിളിനകത്തുള്ളതാണോ, ഇതിനെക്കുറിച്ച് ഒരു ഇതുമില്ല, ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെയാണ് ഇവരൊക്കെ വിമർശിക്കാനായിട്ട് വരുന്നത്. ദാവാക്കാരായാലും എമുക്കളായാലും സംഖ്യകളായാലും നാസ്തികരായാലും മുക്രികളായാലും ശരി, അവർ ഉന്നയിക്കുന്ന അബ്രഹാമിനെ കുറിച്ചുള്ള ഈ ആരോപണം, അതായത് അബ്രഹാം സ്വന്തം പിതാവിന്റെ മകളെയാണ് വിവാഹം കഴിച്ചത് എന്നുള്ളതും, അതുപോലെ അബ്രഹാം സാറയെ സഹോദരി എന്ന് പറഞ്ഞ് പരപുരുഷന് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതും ശുദ്ധ നുണയാണ്. അബ്രഹാം അങ്ങനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല, സാറയെ അങ്ങനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. അതൊക്കെ ശുദ്ധ നുണയാണ്. സാറയെ സഹോദരി എന്ന് അബ്രഹാം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. അത് മാത്രമേ ഈ ആരോപണത്തിൽ സത്യമുള്ളൂ. അല്ലാതെ സാറ എന്റെ സഹോദരിയാണ്, അവളെ നിങ്ങൾ എടുത്തോ എന്നും പറഞ്ഞ് അബ്രഹാം സാറയെ ആർക്കും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. അതൊക്കെ ഇവരുടെ മനോവൈകൃതങ്ങളിൽ നിന്നുണ്ടാകുന്ന ആരോപണങ്ങളാണ്. അതായത് ഇവര് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ വൈഫ് സ്വാപ്പിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. നിരീശ്വരവാദികൾ അതെല്ലാം ധാരാളം വിദേശങ്ങളിലൊക്കെ ധാരാളം നടത്തുന്നുണ്ട്. ഇവിടെയൊക്കെ അത് പതുക്കെ അത് പച്ച പിടിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിനോട് എന്തെങ്കിലും ഈ മതത്തിന്റെ ബോധം ഉള്ളിൽ കിടക്കുന്ന ആളുകള്, മതം വിട്ട് ഇപ്പൊ നിരീശ്വരവാദി ആയാലും മതത്തിന്റെ ബോധം ഉള്ളിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനാണ്. എടേ ഇതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലടേ, ഇതൊക്കെ ഇവർക്കുണ്ട്. ഈ മതങ്ങളുടെയൊക്കെ പിതാവായി അറിയപ്പെടുന്ന അബ്രഹാം വരെ ചെയ്തിട്ടുള്ള പരിപാടിയാണിത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാദവുമായിട്ട് ഈ ടീമുകൾ വരുന്നത്. ഏതായാലും ഷാഹുൽ ഹമീദ് ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിലെ ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് മുമ്പേ ദാവാക്കാരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. ദാവാക്കാരുടെ കാര്യം ഒന്ന് ഡീൽ ചെയ്തിട്ട് ഇവന്മാരിലേക്ക് പോകാം. പ്രവാചകന്മാരെ അവഹേളിച്ചത് കൊണ്ട് എന്ത് ലാഭമാണ് ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ദാവാക്കാർ വ്യക്തമാക്കണം. കാരണം ഇത് ദാവാക്കാരുടെയും ഒരു പോയിന്റാണ്. ഇതേ കാര്യം എടുത്തുകൊണ്ട് വന്നിട്ട് അവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ബൈബിൾ തിരുത്തപ്പെട്ടു എന്നതിന് തെളിവായി ഈ ദാവാക്കാർ കൊണ്ടുവരുന്ന തെളിവുകൾ, വലിയ തെളിവുകളിൽ ഒന്ന് ഇതാണ്. എന്താണ്? അബ്രഹാമും ലോത്തും ദാവീദും ഒക്കെ ചെയ്യാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നതായോ അല്ലെങ്കിൽ അവരങ്ങനെ പ്രവർത്തിച്ചതായോ എഴുതി വെച്ചിട്ട് ഇവരെയൊക്കെ അപമാനിക്കുകയാണ്. ബൈബിൾ എഴുത്തുകാർ അവരെയൊക്കെ അപമാനിച്ചു, അതാണ് മനുഷ്യന്റെ കൈകടത്തിലുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ ഇവർ പറയാറുണ്ട്. അവരുടെ വാദം അതാണ്, അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ചോദ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പ്രവാചകന്മാരെ അവഹേളിക്കുന്നതിലൂടെ എന്ത് മെച്ചമാണ്, എന്ത് ലാഭമാണ് ഈ കൈകടത്തൽ നടത്തിയ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്? എന്തെങ്കിലും ലാഭമാണല്ലോ. ലാഭം ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. എന്ത് പ്രയോജനം അവർക്കുണ്ടായിട്ടുള്ളത്?
ഒരു പ്രയോജനവും ഇല്ല. ഇത് ഒരു പ്രയോജനവും ലഭിക്കാത്ത കാര്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് കൈകടത്തൽ നടത്തിയത്? ഇവർ തെളിവൊന്നുമില്ല, ചുമ്മാ അടിച്ചു വിടുകയാണ് കൈകടത്തൽ നടത്തി എന്നുള്ളത്. വാസ്തവത്തില് ഇങ്ങനെ ഒരു വാദം ദാവാക്കാർ ഉന്നയിക്കുന്നതിന് ഒരു കാരണമുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോ മുഹമ്മദ് ചെയ്തതും ചെയ്യാത്തതും പറഞ്ഞതും പറയാത്തതുമായ പല കഥകളും മുഹമ്മദിന്റെ അനുയായികളായിരിക്കുന്ന മുസ്ലിങ്ങൾ തന്നെ മുഹമ്മദിനെ കുറിച്ച് ചമയ്ക്കുകയുണ്ടായിട്ടുണ്ടെന്ന് ഇസ്ലാമിക ചരിത്രം പഠിച്ചവർക്കറിയാം. അത്തരം ഹദീസുകളുടെ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാതെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇന്നും ഇരുട്ടിൽ തപ്പുകയാണ്. ഏതാണ് സ്വഹീഹായിരിക്കുന്നത്, ഏതാണ് ഹസനായിരിക്കുന്നത്, ഏതാണ് ലൊയീഫായിരിക്കുന്നത് അറിഞ്ഞുകൂടാ. ഈ ഹദീസുകളുടെ ഓരോ തരംതിരിവുകളാണത്, കാറ്റഗറി ഹദീസുകളുടെ. ബുഖാരിക്ക് സ്വഹീഹായി തോന്നുന്ന പല ഹദീസുകളും, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഓതന്റിക്, അംഗീകൃതമായിരിക്കുന്നത്. ബുഖാരിക്ക് ഓതന്റിക്കായി തോന്നിയത് മുസ്ലിമിന് ഓതന്റിക്കായി തോന്നിയില്ല. മുസ്ലിം അതൊക്കെ തള്ളിയിട്ടുണ്ട്. ബുഖാരി എടുത്ത പല ഹദീസുകളും മുസ്ലിം തള്ളി. ഇനി ബുഖാരിക്കും മുസ്ലിമിനും ഓതന്റിക്, അതുപോലെ തന്നെ ബുഖാരി തള്ളിക്കളഞ്ഞതുണ്ട് കേട്ടോ. ബുഖാരി തള്ളിയ പല ഹദീസുകളും മുസ്ലിം സ്വഹീഹാണെന്നും പറഞ്ഞെടുത്തിട്ടുമുണ്ട്. ഇനി ഇവര് രണ്ടുപേരും സ്വഹീഹാണെന്നും പറഞ്ഞെടുത്ത പല ഹദീസുകളും പുറകെ വന്നവർ തള്ളിയിട്ടുമുണ്ട്. ഇവര് തള്ളിയ പലതും അവരെടുത്തിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനൊന്നും ഒരു കൃത്യമായിട്ട് ഇതൊന്നുമില്ല. ഒരു എന്താണ് പറയാ, ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടല്ലോ. ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കാം, വിലയിരുത്താൻ മാനദണ്ഡം, കൃത്യമായ മാനദണ്ഡമൊന്നുമില്ല. ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പിൻകാലത്ത് മുസ്ലിങ്ങൾ മാനദണ്ഡമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്നറിയപ്പെടുന്നത്. അതൊക്കെ പിൽക്കാലത്താണ്. ഇവർ ഈ ഹദീസൊക്കെ ശേഖരിച്ച് ക്രോഡീകരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒന്നുമില്ല. അതുകൊണ്ടാണ് ഒരാൾക്ക് സ്വഹീഹായി തോന്നിയത് മറ്റേയാൾക്ക് ലൊയീഫായി തോന്നി ഒഴിവാക്കിയൊക്കെ ചെയ്തത്, ഹസനായി തോന്നിയത് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഏതായാലും ഇവരുടെ അവസ്ഥ ഇതാണ്, മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലേതാണ് സ്വഹീഹായ ഹദീസ്, ഏതാണ് ലൊയീഫായ ഹദീസ് എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഇരുട്ടി തപ്പുകയാണ്. അപ്പൊ ആ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ബൈബിളിലെ പ്രവാചകന്മാരെ കുറിച്ചും അവരുടെ അനുയായികൾ എല്ലാ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ദാവാക്കാര് ഇത്തരം വ്യാജാരോപണങ്ങൾ പടച്ചുവിടുന്നത്. എന്തായാലും ഖുർആൻ പോലെ മനുഷ്യനിർമ്മിതമായ ഒരു ഗ്രന്ഥമല്ല ബൈബിൾ. മനുഷ്യർ വിചാരിച്ചാൽ ഒരിക്കലും എഴുതാൻ പറ്റാത്ത ഒന്നാണ് ബൈബിൾ എന്നതുകൊണ്ടും ഒരാൾക്കും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബൈബിളിൽ എന്തെങ്കിലും എഴുതി ചേർക്കാനോ എടുത്തു കളയാനോ സാധ്യമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അബ്രഹാമിനെതിരെയുള്ള എമുക്കളുടെയും ദാവാക്കാരുടെയും നാസ്തികരുടെയും സംഖ്യകളുടെയും ഒക്കെ ഈ ആരോപണത്തിന്റെ മറുപടിയിലേക്ക് കടക്കുകയാണ്. അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ്. മുൻപ് അവരുടെ പേര് അബ്രാമും സാറായി എന്നുമായിരുന്നു. സാറായി, അബ്രഹാം എന്നല്ല, അബ്രാം. അതുപോലെ സാറ എന്നല്ല, സാറായി എന്നാണ്. ഈ രണ്ടുപേരാണ്. ദൈവം ഇവരുടെ പേര് മാറ്റിയിട്ടതോടെയാണ് അവർ അബ്രഹാമും സാറായുമായിട്ട് മാറുന്നത്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലും പിന്നെ 15-ാം വാക്യത്തിലും കാണുന്നുണ്ട്. ഞാനത് വായിക്കാം. എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രാഹാം എന്നിരിക്കണം. ഇനി അടുത്തത് ഉൽപ്പത്തി 17-15. ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം. ഉൽപ്പത്തി 17-15. ഇവിടെ ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുമാറി ഒരു കാര്യം കൂടി പറയാം. നമ്മളൊരു ബൈബിൾ ക്ലാസ് പോലെ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിൽ അങ്ങനെ പോകുന്നത്. ഇവിടെ അബ്രാമിനെ അബ്രഹാമാക്കാൻ ദൈവം കൊടുക്കുന്നത് ഒരു അക്ഷരമാണ്, ഹേ എന്നുള്ള എബ്രായ അക്ഷരം. ABRAM എന്നുള്ളതിന് ഇടയിൽ ഒരു എച്ച് കൊടുക്കുകയാണ്. അത് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇംഗ്ലീഷിൽ നിങ്ങൾ ഇതാകണമെങ്കിൽ എച്ച് കൊടുക്കുമ്പോൾ അത് അബ്രഹാമായി. അതുപോലെയാണ് ഹേ എന്ന് പറയുന്ന ഒരു എബ്രായ അക്ഷരം, അതായത് ആലേഫ്, ബേത്ത്, ഗീമൽ, ദാലത്ത്, ഹേ എന്ന് പറയുന്ന 5-ാമത്തെ അക്ഷരം, എബ്രായയിലെ 5-ാമത്തെ അക്ഷരം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ബൈബിളിൽ സംഖ്യകൾക്ക് പ്രാധാന്യമുണ്ടെന്ന്. ഈ 5 എന്ന് പറയുന്ന സംഖ്യ അത് കൃപയെ കുറിക്കുന്ന സംഖ്യയാണ്. ബൈബിളിൽ 5 എന്നുള്ളത് കൃപയുടെ സംഖ്യയായിട്ടാണ് ഇരിക്കുന്നത്, ദൈവകൃപയെ കുറിക്കുന്ന സംഖ്യ. ഈ എബ്രായ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ പോലെയല്ല, ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ടെന്നുള്ളതാണ്. ഒരർത്ഥമല്ല, ചിലപ്പോൾ പല അർത്ഥങ്ങൾ കാണും ഒരക്ഷരത്തിന്. നമുക്കറിയാം വാക്കുകൾക്ക് അർത്ഥമുണ്ട്, വാചകങ്ങൾക്കും അർത്ഥമുണ്ട്. ആശയവിനിമയത്തിന് വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുന്നു. എന്നാൽ അക്ഷരങ്ങൾക്ക് നമ്മുടെ മലയാളത്തിലൊന്നും അർത്ഥമില്ല. ഇംഗ്ലീഷിൽ ചിലതിനൊക്കെ ഉണ്ട്, മലയാളത്തിൽ ചില അക്ഷരങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ ആ എന്ന് പറഞ്ഞാൽ ദൂരെ ഇരിക്കുന്ന എന്തോ ഒന്നിനെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, അതൊരു വാക്കാണ്, അപ്പൊ തന്നെ അക്ഷരമാണ്. ഈ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അങ്ങനെ ചിലതുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ എ എന്നുള്ള അക്ഷരം
ഒരു എന്ന അർത്ഥത്തില്. അതുപോലെ ഐ എന്ന അക്ഷരം ഞാൻ എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനെയൊക്കെ ഉണ്ട് ചിലതിന്. എന്നാൽ എബ്രായയില് എല്ലാ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട്. അപ്പൊ ഹേ എന്ന അക്ഷരത്തിന്റെ അർത്ഥങ്ങൾ ജീവൻ, ശ്വാസം, സന്തതി എന്നൊക്കെയാണ്. മനസ്സിലായോ? ഹേ എന്ന് പറയുന്ന ആ അക്ഷരത്തിന്റെ അർത്ഥങ്ങൾ അതാണ്. ഹേ എന്ന് പറഞ്ഞാൽ യഹോവ എന്നുള്ളതില് ഹേ ഉണ്ട്, ജീവൻ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് പറയുമ്പോ യഹ്യേ എഷർ യഹ്യേ എന്ന് പറയുമ്പോ ഹേ എന്നുള്ള ഇതുണ്ട് അവിടെ. അതുപോലെ ഹൗവ എന്നുള്ളത്, ഹൗവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖൗവാഹ് എന്നാണ്, വാഹ് അവസാനം ഹേ ആണ്, ജീവനുള്ളവർക്കെല്ലാം മാതാവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹേ എന്നുള്ള അക്ഷരം YHWH നമ്മൾ പറയുന്നുണ്ടല്ലോ, ടെട്രാഗ്രമാറ്റ്, അത് യോദ് ഹേ വാവ് ഹേ എന്നുള്ളതാണ്. 2 പ്രാവശ്യമാണ് ഹേ ആവർത്തിച്ചു വരുന്നത് അതിനകത്ത്. അപ്പൊ ഈ ഹേ എന്ന് പറഞ്ഞ അക്ഷരത്തിന്റെ അർത്ഥങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. ജീവൻ എന്ന അർത്ഥമുണ്ട്, ശ്വാസം എന്ന അർത്ഥമുണ്ട്, സന്തതി എന്ന അർത്ഥമുണ്ട്. അപ്പോ അബ്രാം എന്ന പേരിലേക്ക് ദൈവം ഹേ എന്ന ഒരക്ഷരം കൂട്ടിച്ചേർത്ത് അബ്രഹാം എന്നാക്കുമ്പോൾ ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത് കേവലം ഒരക്ഷരം മാത്രമല്ല, അവന്റെ പേരിനോട് ഒരക്ഷരം കൂട്ടിച്ചേർക്കുക മാത്രമല്ല ചെയ്തത്, അവന് ജീവനെ കൊടുത്തു. ഹേ എന്ന അക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്. ഹേ എന്നുള്ള അക്ഷരത്തിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ജീവൻ, ശ്വാസം, സന്തതി. അപ്പൊ ജീവൻ കൊടുത്തു അബ്രഹാമിന് ഹേ എന്നുള്ള അക്ഷരം കൊടുക്കുമ്പോൾ, ശ്വാസം കൊടുത്തു, സന്തതിയെയും കൊടുത്തു. മനസ്സിലായോ? ഇത് 3 അബ്രഹാമിന് ആ പേരുമാറ്റത്തിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്, അതെല്ലാം ഉണ്ട് അതിനകത്ത്. ഇത് നമ്മൾ മലയാളം ബൈബിളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളോ വായിച്ചാൽ മനസ്സിലാകില്ല, ഹീബ്രുവിൽ തന്നെ വായിക്കണം. അപ്പോഴേ അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആശയം പിടികിട്ടും, ശരിയാണ്. പക്ഷെ അതിനകത്ത് തന്നെ ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രസകരമായ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയണമെങ്കിൽ ഈ എബ്രായിൽ തന്നെ അത് വായിക്കണം. ഇനി സാറായിയുടെ കാര്യം നോക്കിയാലോ. സാറായി എന്ന പേര് മാറ്റി സാറ എന്നാക്കാൻ യഹോവയായ ദൈവം കൊടുക്കുന്ന ഏത് അക്ഷരമാണെന്നറിയാമോ? വേറെ അക്ഷരമല്ല, ഇതേ ഹേ എന്ന അക്ഷരം തന്നെയാണ് സാറായിക്കും കൊടുത്ത് സാറയാക്കുന്നത്. ഹേ എന്ന അക്ഷരം, അതായത് ജീവനും ശ്വാസവും സന്തതിയും അബ്രഹാമിന് മാത്രമല്ല സാറായിക്കും കൊടുക്കുമെന്നതിനെയാണ് ദൈവം ഇവിടെ ഈ പേരുമാറ്റത്തിലൂടെ അവർക്ക് വെളിപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഞാനത് സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. കാരണം എബ്രായ ഭാഷ അത് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ അവർക്കൊരു ഉത്സാഹം ആകട്ടെ എന്ന് വെച്ചിട്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങള്. ഇന്ന് എബ്രായ ഭാഷ പഠിക്കുന്നത് പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടല്ല. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഭാഷ പഠിക്കാനുള്ള ക്ലാസ്സുകളുണ്ട്. ചിലയിടത്ത് റബ്ബിമാര് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടും, യൂട്യൂബിലൊക്കെ കിട്ടും. പിന്നെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് കോഴ്സുകളും പലതൊക്കെ ഉണ്ട്. അപ്പൊ അത് പഠിച്ചെടുക്കുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതുപോലെ ബൈബിളിന്റെ ആ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ അത് നമുക്കത് സാധിക്കും. അതായത് നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി 20:12 അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ കൊണ്ടുവരുന്ന വാദം: വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങളാകുന്നു, എന്റെ അപ്പന്റെ മകൾ, എന്റെ അമ്മയുടെ മകളല്ല താനും, അവൾ എനിക്ക് ഭാര്യയായി. ഇത് അബ്രഹാം പറയുന്ന വാക്കാണല്ലോ. ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബ്രഹാം സ്വന്തം പെങ്ങളെ അല്ലെങ്കിൽ അർദ്ധ സഹോദരിയെ വിവാഹം കഴിച്ചു എന്ന് വിമർശകന്മാർ വാദിക്കുന്നത്. ഒരേ അപ്പന്റെ മകളാണ്. അബ്രഹാം പറഞ്ഞത് എന്റെ അപ്പന്റെ മകളാണ്, ഒരേ അപ്പന്റെ മകൾ. എന്നാൽ അമ്മ വേറെയാണ്, വേറെ അമ്മ. അപ്പൊ അമ്മമാർ 2 പേര്. അങ്ങനെ വരുമ്പോ ഹാഫ് ബ്രദറും ഹാഫ് സിസ്റ്ററും എന്നുള്ള ബന്ധമാണ് അബ്രഹാം സാറയും തമ്മിലുള്ളത്. ഇങ്ങനെയാണ് ഇവന്മാര് ചിന്തിക്കുന്നത്. സത്യത്തിൽ ഈ എബ്രായരുടെ സംഭാഷണ ശൈലികളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള വിവരക്കേടുകൾ, ഈ വിവരം കെട്ട വിമർശനം ഇവന്മാർ ഉയർത്തുന്നത്. ഒരേ പൂർവ്വപിതാവിൽ നിന്നുമുള്ളവർ പരസ്പരം സഹോദരന്മാർ എന്ന് വിളിക്കുന്നതും ഒരേ അപ്പന്റെ മക്കൾ എന്ന് പറയുന്നതും ഈ എബ്രായരുടെ സംസാര ശൈലിയായിരുന്നു, ഇവരുടെയൊക്കെ സംസാര ശൈലിയാണ്. അത് മനസ്സിലാക്കാൻ ചില തെളിവുകൾ ബൈബിളിൽ നിന്ന് തരാം. ഉൽപ്പത്തി 13:8 അബ്രഹാം ലോത്തിനോട് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ഉൽപ്പത്തി 13:8. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ വിമർശകന്മാര്, ബൈബിൾ വിമർശകന്മാര് പറയും, അബ്രഹാമും ലോത്തും സഹോദരന്മാരാണ്, ചേട്ടനും അനിയനൊക്കെ ആയിരിക്കും സഹോദരങ്ങൾ, അബ്രഹാം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഈ വാദം കൊണ്ടുവരും. സാറയുടെ കാര്യത്തിലും അബ്രഹാം പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ആ വാദം കൊണ്ടുവരുന്നേ. ഒരേ അപ്പന്റെ മകള്, അമ്മ വേറെ എന്ന് അബ്രഹാമല്ലേ പറഞ്ഞത്. അപ്പൊ ആ വാദം വിശ്വസിക്കുന്നവർ ഇതും വിശ്വസിക്കും. എന്താണ്? അബ്രഹാമും ലോത്തും സഹോദരങ്ങളാണ്. ഇനി വേറൊരു സ്ഥലത്തും അബ്രഹാമിന്റെ സഹോദരനാണ് ലോത്ത് എന്ന്
പറയുന്നുണ്ട്. അത് അബ്രഹാം പറയുന്നതല്ല, എഴുത്തുകാരൻ പറയുന്നതാണ്. എന്ന് വെച്ചാൽ മോശയാണ് അത് പറയുന്നത്. എഴുത്തുകാരന്റെ പ്രസ്താവനയായിട്ടാണ് ഇതിരിക്കുന്നത്. 14:16, ഉൽപ്പത്തി 14:16. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു, തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. ഉൽപ്പത്തി 14:16. നമുക്കറിയാം, യുദ്ധത്തിലാണ്. 4 രാജാക്കന്മാരുമായിട്ടുണ്ടായ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ച് പിടിച്ചോണ്ടുപോയി. അവര് ലോത്തിനെ ഒക്കെ പിടിച്ചോണ്ട് പോയിരുന്നല്ലോ, അവരെയൊക്കെ മടക്കി കൊണ്ടുവന്നു. അപ്പൊ ആ കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത്. എന്താണ്? തന്റെ സഹോദരനായ ലോത്തിനെയും അബ്രഹാം മടക്കി കൊണ്ടുവന്നു എന്ന് പറയുന്നത്. പക്ഷേ അബ്രഹാമിന്റെ സഹോദരനാണോ ലോത്ത് ശരിക്കും? അല്ല, അബ്രഹാമിന്റെ സഹോദരപുത്രനാണ് ലോത്ത്. അബ്രഹാമും ലോത്തും തമ്മിലുള്ള ബന്ധം നമ്മുടെ ഇതിൽ പറഞ്ഞാൽ ഇളയച്ഛനും അല്ലെങ്കിൽ ചെറിയച്ഛനും മകനും എന്നുള്ള ആ ഒരു ബന്ധം വരുന്നത്. അച്ഛന്റെ അനുജൻ ആണ്. ഈ ലോത്തിന്റെ അച്ഛന്റെ അനിയനാണ് അബ്രഹാം. അപ്പൊ അവര് ഇളയച്ഛനും മോനും എന്നുള്ള ബന്ധമാണ് വരിക. അത് വേറെ സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അബ്രഹാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും, പ്രത്യേകം ശ്രദ്ധിക്കണം, സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. ഉൽപ്പത്തി 12:5. ഇത് മോശ എഴുതുന്നതാണ്. മോശ വളരെ വ്യക്തമായിട്ട് പറയാണ് സഹോദരന്റെ മകനായ ലോത്ത്. ഇനി 14-ാം അധ്യായത്തില് 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് 14:16 നമ്മൾ വായിച്ചു. 14:16 വായിക്കുന്നത് തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനങ്ങളെയൊക്കെ മടക്കി കൊണ്ടുവന്നു എന്നാണെങ്കിൽ 14:12 ഇതേ മോശ തന്നെ എഴുതുകയാണ് അബ്രാമിന്റെ സഹോദരന്റെ മകനായി സൊദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. മോശ തന്നെ എഴുതുന്നതാണ്. മോശയുടെ പ്രസ്താവനയാണ്. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സൊദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി എന്ന്. എന്നാൽ 4 വാക്യം ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ 16-ാമത്തെ വാക്യം പറയാണ് അബ്രഹാം തന്റെ സഹോദരനായ ലോത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. നമ്മളാരും നമ്മുടെ സഹോദരന്റെ പുത്രനെ സഹോദരൻ എന്ന് വിളിക്കുകയില്ല. നമ്മുടെ ചേട്ടന്റെ അനുജന്റെ മക്കളെ നമ്മളാരും സഹോദരൻ എന്ന് വിളിക്കുകയില്ല. അതുപോലെ നമ്മളാരും നമ്മുടെ പിതാവിന്റെ ചേട്ടനെയോ അനുജനെയോ അദ്ദേഹത്തെയും കയറി ബ്രദറെ എന്ന് വിളിക്കില്ല, സഹോദര എന്ന് വിളിക്കുകയില്ല. പക്ഷെ എബ്രായർ അങ്ങനെ വിളിച്ചിരുന്നു. മനസ്സിലായോ? എബ്രായർക്ക് ഇടയിൽ ആ ഒരു പതിവുണ്ട്. അവരത് വിളിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം അവരുടെ രണ്ടുപേരുടെയും പിതാവ് ഒരാളാണെന്നോ അല്ലെങ്കിൽ രണ്ടുപേരുടെയും മാതാവ് ഒരാളാണെന്നോ അല്ല. ഇളയച്ഛന്റെയും എന്റെയും പിതാവ് എങ്ങനെ ഒരാളാകും? ഇളയച്ഛന്റെയും എന്റെയും മാതാവ് എങ്ങനെ ഒരാളാകും? ആവുകയില്ല, ഒരിക്കലും ആവുകയില്ല. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. ഇത് എബ്രായരുടെ സംസാര ശൈലിയാണ്. ഇനി വേറൊരു തെളിവ് നോക്കാം. ഇസഹാക്കിന്റെ കാര്യം. ഇസഹാക്കിന് ആകെ 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, ഏശാവും യാക്കോബും. നമുക്കറിയാലോ. അപ്പൊ ഇതിനകത്ത് യാക്കോബ് ഉപായത്താൽ പിതാവിനെ പറ്റിച്ച അനുഗ്രഹങ്ങളൊക്കെ കൈവശമാക്കി. പിന്നീട് ഏശാവ് വന്ന സമയത്ത് ഇസഹാക്ക് ഏശാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. ഇസഹാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി, അവന്റെ സഹോദരന്മാരെയൊക്കെയും അവന് ദാസന്മാരാക്കി, അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ ഇസഹാക്ക് പറയുന്നത് ശ്രദ്ധിച്ചോ? യാക്കോബിന്റെ സഹോദരന്മാരെ ഒക്കെയും അവന് ദാസന്മാരാക്കി എന്നാണ്. അവന്റെ സഹോദരന്മാരൊക്കെയും ഞാൻ അവന് ദാസനാക്കി കൊടുത്തു. അപ്പൊ യാക്കോബിന്റെ സഹോദരന്മാരെ എന്നങ്ങനെ പറയാൻ പറ്റും? യാക്കോബിന് ആകെ ഒരു സഹോദരനേ ഉള്ളൂ. എന്നിട്ടും സഹോദരന്മാർ എന്ന ബഹുവചനമാണ് ഇസഹാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ കാര്യം? ഒരു ഉത്തരവേ ഉള്ളൂ. ഈ ഏശാവിന്റെ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ ചേർത്തിട്ടാണ് യാക്കോബിന്റെ സഹോദരന്മാർ എന്ന് ഇസഹാക്ക് പറഞ്ഞിരിക്കുന്നത്. പിടികിട്ടിയോ? യാക്കോബിൽ ഉണ്ടാവുന്നതല്ല, യാക്കോബിന്റെ മക്കളാണ്. അവരൊരിക്കലും സഹോദരൻ എന്ന് വിളിക്കുകയില്ല, സഹോദരന്മാരെന്ന് വിളിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഏശാവിൽ നിന്നുണ്ടാകുന്ന മക്കളെ യാക്കോബിന്റെ സഹോദരന്മാരായിട്ടാണ്. അത് എബ്രായർ അങ്ങനെയാ കാണുന്നത്. അത് സഹോദരന്മാരെന്ന് അവർ വിളിക്കും, വിശേഷിപ്പിക്കും. അത് തന്നെയാണ് ഇസഹാക്കോട് പറയുന്നത്. അവന്റെ സഹോദരന്മാരെ ഒക്കെയും ഞാൻ അവന് ദാസന്മാരായി കൊടുത്തു എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു തെളിവ് കൂടി നോക്കാം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 29-ന്റെ 10. നമുക്കറിയാം, അപ്പനെ പറ്റിച്ച് ഓടിപ്പോവുകയാണ്.
അപ്പനെയും ചേട്ടനെയും പറ്റിച്ച് ഇവൻ ഓടിപ്പോകുന്നത് അമ്മയുടെ നാട്ടിലേക്കാണ്. യാക്കോബ് ഓടിപ്പോകുന്നത് അവിടേക്കാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ സഹോദരനായ ലാബാൻ, എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ അമ്മാവൻ, മാതുലൻ എന്ന് വിളിക്കുന്ന ആള്, മാമൻ. അപ്പൊ ആ അമ്മയുടെ സഹോദരനാണ് ലാബാൻ. രണ്ടിടത്ത് പറയുന്നുണ്ട് അമ്മയുടെ സഹോദരനായ ലാബാൻ. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ആ ബന്ധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബിന്റെ അമ്മ റിബേക്കയുടെ സഹോദരനാണ്, അഥവാ യാക്കോബിന്റെ അമ്മാവനാണ് ലാബാൻ. എന്നാൽ റാഹേലിന് യാക്കോബ് തന്നെ പരിചയപ്പെടുത്തുന്നത് തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റാഹേലിനെ കണ്ടപ്പോൾ റാഹേലിനോട് യാക്കോബ് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 29:12 വാക്യം, താൻ അവളുടെ അപ്പന്റെ സഹോദരൻ എന്നും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു. ഇപ്പൊ യാക്കോബ് റാഹേലിനോട് പറയുന്നത് താൻ അവളുടെ അപ്പന്റെ സഹോദരനാണെന്നാണ്. വാസ്തവത്തിൽ അവളുടെ അപ്പന്റെ സഹോദരനല്ല, അപ്പന്റെ അനന്തരവനാണ് യാക്കോബ്. മനസ്സിലായോ? പക്ഷെ യാക്കോബ് പറയാണ് ഞാൻ നിന്റെ അപ്പന്റെ സഹോദരൻ. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം, ഇത് അവരുടെ ശൈലിയാണ്. ഇനി ഈ ലാബാൻ യാക്കോബിനെ വിശേഷിപ്പിക്കുന്നത് അത് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 29 14-15 വാക്യങ്ങൾ. ലാബാൻ അവനോട് നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ 1 മാസക്കാലം അവന്റെ അടുക്കൽ പാർത്തു. അതായത് യാക്കോബ് 1 മാസത്തോളം ഈ ലാബാന്റെ അടുക്കൽ പാർത്തു. പിന്നെ ലാബാൻ യാക്കോബിനോട് നീ എന്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ യാക്കോബിനോട് പറയുന്നത് എന്താണ്? നീ എന്റെ സഹോദരനാകൊണ്ട്. അങ്ങനെയാണ് പറയുന്നത് ലാബാൻ. വാസ്തവത്തിൽ പറയേണ്ടത് നീ എന്റെ അനന്തരവനായതുകൊണ്ട് എന്നായിരിക്കണം. അങ്ങനെ നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ അതാ ഉപയോഗിക്കേണ്ടത്. ഇവര് അങ്ങനെയല്ല പറയുന്നത്, നീ എന്റെ സഹോദരനാകൊണ്ടെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹോദരൻ എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. കുറച്ച് തലമുറകൾ പുറകോട്ട് പോയാൽ ഒരേ പിതാവാണ് ഇവർക്കൊക്കെ ഉള്ളത്. ആ പിതാവിൽ നിന്ന് ഉത്ഭവിച്ച ആളുകളായതുകൊണ്ട് ഇവർ പരസ്പരം സഹോദരന്മാരെന്ന് വിളിക്കുകയാണ്. മനസ്സിലായോ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വസ്തുത മനസ്സിൽ വെച്ചിട്ട് നമുക്ക് അബ്രഹാമും സാറയും സഹോദരന്മാരായിരുന്നോ എന്ന് നോക്കാം. അബ്രഹാമിന്റെയും സാറയുടെയും അമ്മമാര് ഒരാളല്ല 2 ആളുകളാണെന്ന് അബ്രഹാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20:12 എന്റെ അമ്മയുടെ മകളല്ല താനും. നമ്മൾ നേരത്തെ കണ്ടതാണ്, എന്റെ അമ്മയുടെ മകളല്ല താനും. അപ്പൊ രണ്ടുപേരുടെ അമ്മമാര് 2 അപ്പൊ ആ കാര്യത്തിൽ നമുക്കിനി കൂടുതൽ വിശദീകരണം വേണ്ട, അതവിടെ കറക്റ്റാണ്. വിശദീകരണം വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവൾ എന്റെ അപ്പന്റെ മകൾ എന്ന് അബ്രഹാം സാറയെ കുറിച്ച് പറഞ്ഞതിനാണ്. ഇവൾ എന്റെ അപ്പന്റെ മകൾ. ഇവർ 2 പേരും ഒരേ അപ്പന്റെ മക്കളായിരുന്നു. ബൈബിൾ എന്താ പറയുന്നത്? ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേരഹ് എന്നാണ്. തേരഹ്, അബ്രഹാമിന്റെ പിതാവ് തേരഹ്. ഉൽപ്പത്തി പുസ്തകം 11:31 തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാറാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാറാൻ വരെ വന്ന് അവിടെ പാർത്തു. ഉൽപ്പത്തി 11:31 നമ്മൾ വായിക്കുന്നത് തേരഹ് തന്റെ മകനായ അബ്രാമിനെയും എന്നാണ്. അപ്പൊ അബ്രാമിന്റെ പിതാവ് തേരഹാണ്. എന്നാൽ സാറായിയുടെ അപ്പന്റെ പേര് തേരഹ് എന്നല്ല, ഹാരാൻ എന്നാണ്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 11:29 വായിക്കുന്നുണ്ട്. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. ഇവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സാറായിയാണ്. അപ്പൊ സാറായിയുടെ സഹോദരിയാണ് മിൽക്ക. മാത്രമല്ല സാറായിയും മിൽക്കയും ഇസ്കയും ഈ 3 പേരുടെയും അപ്പന്റെ പേര് പറയാണ് ഹാരാനാണ്, ഹാരാന്റെ മകളാണ്. മനസ്സിലായോ? തേരഹിന്റെ മകനാണ് അബ്രഹാം, ഹാരാന്റെ മകളാണ് സാറ. എന്നിട്ടും അബ്രഹാം പറഞ്ഞത് സാറായി എന്റെ അപ്പന്റെ മകളാണെന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവരുടെ 2 പേരുടെയും പൊതുപൂർവികർ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ ആളിൽ നിന്നുണ്ടായതാണ് ഇവര്. അത് അവരുടെ സംഭാഷണ ശൈലിയാണ്, എബ്രായരുടെ സംഭാഷണ ശൈലിയാണ്. ഇപ്പൊ പുതിയ നിയമം ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാമും ദാവീദും തമ്മിൽ 1000 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഏതാണ്ട് BC 2000 ജീവിച്ചിരുന്ന ആളാണ് അബ്രഹാം, BC 1000 ജീവിച്ചിരുന്ന ആളാണ് യേശു ക്രിസ്തു. ഇനി ഈ ദാവീദും യേശു ക്രിസ്തുവും തമ്മിലോ? അവരും തമ്മിൽ 1000 വർഷത്തെ ഗ്യാപ്പുണ്ട്. യേശു ക്രിസ്തു AD 1-ാം നൂറ്റാണ്ടിലത്താണ്. BC 6-നും 4-നും ഇടയിൽ ജനിച്ചു.
പിന്നീട് 1-ാം നൂറ്റാണ്ട് അതാണല്ലോ വരുന്നത്. ദാവീദാണെങ്കിൽ BC 1000. അപ്പൊ 1000 വർഷത്തെ ഗ്യാപ്പാണ്. എന്നാലും മത്തായി എഴുതിയിരിക്കുന്നത് എന്താണ്? അബ്രഹാമിന്റെ പുത്രനാണ് ദാവീദ് എന്നും ദാവീദിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നുമാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് വായിക്കുന്ന യഹൂദന് അതിൽ യാതൊരു പന്തികേടും തോന്നുകയില്ല. അവനറിയാം മത്തായി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അബ്രഹാം ദാവീദിനെ ജനിപ്പിച്ചു, ഡയറക്റ്റ്. അബ്രഹാമിന് ഏതോ ഒരു ഭാര്യയിൽ ദാവീദ് ഉണ്ടായി, ദാവീദിന് ഏതോ ഭാര്യയിൽ യേശുക്രിസ്തു ഉണ്ടായി എന്നല്ല. അങ്ങനെ ചിന്തിക്കുകയില്ല. 1000 വർഷത്തെ ആയുസൊന്നും ഇല്ലല്ലോ. അവനറിയാം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഇനി അബ്രഹാമിന്റെ കാലശേഷം 2000 വർഷം കഴിഞ്ഞ് ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ പോലും പറഞ്ഞത് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്നാണ്, അബ്രഹാമിന്റെ സന്തതികൾ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. അവരെന്ന് പറഞ്ഞ യഹൂദന്മാര് യേശുക്രിസ്തുവിനോട് പറയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. ഇവർ പറയാണ് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്ന്. ഇനി 8:39, യോഹന്നാൻ 8:39 നമ്മൾ കാണുന്നത് അവർ കർത്താവിനോട് പറയാണ്, അബ്രഹാമാകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞു. അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിൽ നിന്ന് നേരിട്ട് ജനിച്ചവരാണ് ഞങ്ങൾ എന്ന അർത്ഥത്തിലല്ല അവർ പറഞ്ഞത്. ആ കാര്യം പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിൽ നിന്ന് ഞങ്ങൾ ഇത്രയും പേര്, ആ തലമുറയിലുള്ള യഹൂദന്മാരൊക്കെ അബ്രഹാം എന്ന ഒറ്റൊരാളിൽ നിന്ന് ജനിച്ചു വന്നു എന്നല്ല. ഇവരുടെയൊക്കെ പൊതുപൂർവികൻ അബ്രഹാമായിരുന്നു. ഇവർ പല ഗോത്രക്കാരാണ്, പല ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ ഇവർക്കല്ല, യഹൂദം മാത്രമല്ലല്ലോ, അവിടെ ബെന്യാമിൻ ഗോത്രക്കാരുണ്ട്, ലേവി ഗോത്രക്കാരുണ്ട്. പിന്നെ ഹന്നയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ആശേർ ഗോത്രക്കാരിയായ ഹന്ന എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ പൂർവ്വപിതാവായിട്ട് ചെന്ന് നിൽക്കുന്നത് അബ്രഹാം മാത്രമല്ല, നമ്മളിങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് അബ്രഹാമിന് മുമ്പുള്ള എല്ലാവരെയും പൂർവ്വപിതാവ് എന്ന് വിളിക്കാം. ഇവർക്ക് അവർക്ക് പൂർവ്വപിതാക്കന്മാര് തന്നെയാണ്. അപ്പൊ നേരിട്ട് അബ്രഹാമിൽ നിന്ന് ജനിച്ചവരാണ് തങ്ങളെന്ന അർത്ഥത്തിലല്ല, അതൊരിക്കലും സാധ്യമല്ല. കാരണം യേശുക്രിസ്തുവിന്റെ കാലത്ത് ജനങ്ങളും അബ്രഹാമും തമ്മിൽ 2000 വർഷത്തെ അന്തരമുണ്ട്. അപ്പൊ വിമർശകന്മാർക്ക് പിഴവ് പറ്റിയത് ഇവിടെയാണ്. വിമർശകന്മാരുണ്ടല്ലോ, അത് സംഖ്യ ആയാലും യുക്തനായാലും യമു ആയാലും മുക്രി ആയാലും ഏത് ടീമായാലും നാസ്തികനായാലും എല്ലാവർക്കും പിഴവ് പറ്റിയത് ഇതാണ് ഈ പ്രശ്നം. എബ്രായരെ സംബന്ധിച്ച് ചില തലമുറകൾക്ക് മുമ്പ് ഒരു പൂർവികനിൽ നിന്നും ഉത്ഭവിച്ചവരെല്ലാം പരസ്പരം ഒരേ അപ്പന്റെ മക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന പതിവുണ്ട് എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ് അബ്രഹാം കല്യാണം കഴിച്ചത് തന്റെ അപ്പന്റെ മകളെയാണ്, അർദ്ധ സഹോദരിയാണ് എന്നും പറഞ്ഞ് വിമർശകന്മാര് ബൈബിളിന് നേരെ കുതിര കയറാൻ വരുന്നത്. ഇനി ഈ വിമർശനം ഉന്നയിക്കുന്ന നിരീശ്വര മതക്കാരോട് ഞങ്ങളൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഈ നിരീശ്വര മതക്കാർ പരിണാമത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ജീവപരിണാമത്തിന്റെ ഉന്നത പടിയിൽ എന്നോ എവിടെയോ ഏതോ ഒരു ജീവി പരിണമിച്ച് മനുഷ്യൻ എന്ന ജീവി ഉണ്ടായി തീർന്നു എന്നാണ് പരിണാമ മതക്കാരുടെ വിശ്വാസം. മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ എന്നൊന്നും അവരോട് ചോദിക്കാൻ നിൽക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഈ പരിണാമ മതക്കാരന്റെ കഥയിൽ മത്ത കുത്തിയാൽ കുമ്പളം മാത്രമല്ല, കോടിക്കണക്കിന് വർഷം കൊണ്ട് ആ കുമ്പളം തേക്കും വീട്ടിയും ചന്ദനവും ഒക്കെ ആയിട്ട് മാറും. അങ്ങനെ പല പല സസ്യങ്ങളായി മാറി പിന്നീട് ഏതോ ഒരു സുപ്രഭാതത്തിൽ ഒരു മരത്തിന്റെ വിത്ത് മുളച്ചപ്പോൾ ചെടിയല്ല ഭൂമിക്കടിയിൽ നിന്നും പൊന്തി വന്നത്, ഏതോ ഒരു ജീവിയായിരുന്നു അത്ര. പിന്നെ ആ ജീവി പരിണമിച്ച് പല ജീവിവർഗങ്ങൾ ഉടലെടുത്തു. അവസാനം അതിലൊരു ജീവി പരിണമിച്ച് മനുഷ്യനായി തീർന്നു. ഇതാണ് അവന്റെ വിശ്വാസം. അത് മാത്രമല്ല അവന്റെ വിശ്വാസം, അതേ കാലഘട്ടത്തിൽ തന്നെ അതേ പ്രദേശത്ത് എതിർലിംഗത്തിൽപ്പെട്ട ഏതോ ജീവി പരിണമിച്ച് ഒരു മനുഷ്യ സ്ത്രീ ഉണ്ടായെന്നും അവർ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആണും പെണ്ണുമായിട്ട് രണ്ടുപേരുണ്ടാകുന്നത്. അപ്പൊ അവരിൽ നിന്ന് മനുഷ്യവംശം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇൻസെസ്റ്റ് തന്നെയാണ് വംശവർദ്ധനവിന് ഉണ്ടായിരുന്ന വഴി എന്ന് അവർ സമ്മതിക്കും. ഇൻസെസ്റ്റ് തന്നെയാണ്, അല്ലാതെ അതായത് അഗമ്യഗമനം എന്ന് പറയുന്നത് നിഷിദ്ധമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതാണ് വംശവർദ്ധനവിന് ഉണ്ടായിരുന്ന ഒരേ വഴി എന്നവർ സമ്മതിക്കും. ഈ ഇൻസെസ്റ്റ് അഥവാ അഗമ്യഗമനം എന്ന് പറയുന്നത് ഒരു കാലത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നതാണ്. ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ബൈബിളാണ് അതിനെ ആദ്യമായി നിരോധിക്കുന്നത്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം വായിച്ചാൽ ആ നിരോധനം നിങ്ങൾക്ക് അവിടെ കാണാം. ആദ്യമായിട്ടുള്ള നിരോധനം അവിടെയാണ് വരുന്നത്. 3500 വർഷം മുമ്പ് മോശെ ന്യായപ്രമാണം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ മോശ മുഖാന്തരം ഈ ജനത്തിന് ന്യായപ്രമാണം ലഭിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഇൻസെസ്റ്റ് എന്ന സംഗതി ഉപേക്ഷിച്ചു. ഇസ്രായേൽ ജനം ഉപേക്ഷിച്ചു. പക്ഷെ ഇസ്രായേലിന് പുറത്ത് അത് പിന്നെയും സഹസ്രാബ്ദങ്ങളോളം നിലനിന്നിരുന്നു. ഇന്ത്യയിലടക്കം. ഇന്ത്യയിൽ അതിന്റെ മറ്റൊരു വകഭേദം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ മുറപ്പെണ്ണും മുറച്ചെറുക്കനും നമ്മൾ പറയുന്നത് ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ടല്ലോ, മുറപ്പെണ്ണും മുറച്ചെറുക്കനും തമ്മിലുള്ള വിവാഹമായിട്ട് പറയുന്നത് കസിൻസ് ആണ്, ബന്ധമാണ്, അടുത്ത രക്തബന്ധമാണ്, സഹോദരങ്ങളാണ്. അത് മാത്രമല്ല, തമിഴ്നാട്ടിലേക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ കാണുന്ന ഒരു സംഭവമുണ്ട്. സ്വന്തം സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കും. തമിഴിൽ മുറൈമാമൻ എന്ന് പറയും. മുറൈമാമൻ സ്വന്തം സഹോദരിയുടെ മകളെ. നമ്മുടെ ഇതിലൊക്കെ ആണെങ്കിൽ അമ്മാവനും മരുമോളുമാണ്.
പക്ഷെ അവിടെയുണ്ട്. അതൊക്കെ ഇൻസെസ്റ്റിന്റെ അവശേഷിച്ചിട്ട് ഇപ്പോൾ നിൽക്കുന്ന കുറെ സംഗതികളാണ്. അത് മാത്രമല്ല, പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സഹോദരിമാരുമായിട്ടും മാതാക്കളുമായിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കുറെ പോയി. ആ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ പരന്നതുകൊണ്ടാണ്. അത് ഇസ്രായേലിൽ മാത്രം ഉണ്ടായിരുന്ന ഈ നിരോധനം ക്രൈസ്തവരും ആ നിരോധനം അനുസരിച്ച് തന്നെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. സുവിശേഷം ലോകം മുഴുവൻ പരക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും പഠിപ്പിക്കലുകളിൽ അടിസ്ഥാനപ്പെട്ട ഒരു സംസ്കാരം സുവിശേഷം ചെന്നെത്തിയ സ്ഥലങ്ങളിൽ ആ ഇടങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്താൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് ഈ അഗമ്യഗമനം ഒരു മോശം സംഗതിയായി പരിഷ്കൃത ലോകം കാണാൻ തുടങ്ങുന്നതും പിന്നെ പല രാജ്യങ്ങളും അതിനെ നിയമം മൂലം നിരോധിക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് ഇൻസെസ്റ്റ് ഒരു മോശപ്പെട്ട സംഗതിയായിട്ടാണ് സാധാരണക്കാരായ മനുഷ്യരൊക്കെ കണക്കാക്കുന്നത്. അപ്പോ ഈ അബ്രഹാമിന്റെ പേരും പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ധാർമ്മികത ചോദ്യം ചെയ്യാൻ വരുന്ന ഷാഹുൽ ഹമീദിനെ പോലെയുള്ള നാസ്തിക മതക്കാരായാലും ദാവാക്കാരായാലും സംഘികളായാലും എമുക്കളായാലും പരിണാമമതക്കാരായാലും മുക്രികളായാലും നിങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഈ ധാർമ്മികത നിങ്ങൾക്കിപ്പോ ഇൻസെസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇൻസെസ്റ്റ് നിഷിദ്ധമായതാണ്, അത് തെറ്റായതാണ് എന്നുള്ള നിങ്ങൾ ചിന്തിക്കുന്നത് പോലും, അങ്ങനെ ഒരു ധാർമ്മികത നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നത് പോലും ബൈബിളാണ്. ലോകത്തിന് അത് കൊടുത്തത് ബൈബിളാണ്, അല്ലാതെ നിങ്ങൾ ആരുമല്ല. പഴയ നിയമത്തിൽ അത് കൽപ്പനയായി നൽകി ഇസ്രായേൽ രാഷ്ട്രത്തിനകത്ത് ആ കൽപ്പന നിലനിന്നു. പിന്നീട് ക്രിസ്ത്യാനികൾ അത് ലോകം മുഴുവൻ എത്തിക്കുകയുമാണ് ചെയ്തത്, അല്ലാതെ നിരീശ്വരവാദികളല്ല. അപ്പൊ ഈ കാര്യത്തിൽ ഇൻസെസ്റ്റിന്റെ കാര്യത്തിൽ ധാർമ്മികത എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന ആ സംഗതി, ആ ധാർമ്മികത, അതിന് നിങ്ങൾക്ക് ആർക്കും മറ്റുള്ള ഒരു ടീമിനും ഒരു അവകാശവും പറയാനില്ല. മനസ്സിലായോ? നാസ്തികരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇന്നും അത് തന്നെയാണ്, ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ദൈവം അനുവദിച്ച് അടുത്ത കൂടിയാൽ നമുക്കത് നോക്കാം. ഇനി അബ്രഹാം തന്റെ ഭാര്യയെ കൂട്ടിക്കൊടുത്ത് സമ്പത്തുണ്ടാക്കി എന്ന ആരോപണം. ഇപ്പോൾ ബൈബിളിലെ പ്രവാചകന്മാരെ അവഹേളിക്കുന്നത് ജീവിതവ്രതമാക്കിയവരാണ് ഇവന്മാരെല്ലാവരും. ഈ ദാവാക്കാരായാലും സംഖ്യകളായാലും മുക്രികളായാലും നാസ്തികരായാലും എല്ലാവരും അവരുടെ ഒരു ജീവിതവ്രതമാണത്. ബൈബിൾ ഒരു വട്ടം ഒന്ന് അലസമായി വായിച്ചു പോയവർക്ക് പോലും ഇത്തരമൊരു ആരോപണം ആരെങ്കിലും ഉന്നയിക്കുന്നത് കേട്ടാൽ അതിന് മറുപടി പറയാൻ സാധിക്കും. അവൻ ബൈബിൾ വിശ്വാസിയാകണമെന്നൊന്നുമില്ല. ബൈബിൾ വെറുതെ വായിച്ചു പോയിട്ടുള്ള സത്യസന്ധനായ ഒരു മനുഷ്യനാണെങ്കിൽ ഈ ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അവൻ അതിന് മറുപടി പറയും. ബൈബിളിൽ അത്ര വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ജീവാപായം ഉണ്ടാകുമെന്ന ഭയത്തിൽ അബ്രഹാം 2 വട്ടം കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം പറഞ്ഞിട്ടല്ല കള്ളം പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണ്. എന്തുകൊണ്ട് ബൈബിൾ അത് രേഖയാക്കി വെച്ചു എന്ന് ചോദിച്ചാൽ പിൽക്കാല തലമുറയിലുള്ളവർക്ക് ഭയനിർദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ബൈബിളിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കാരണം അബ്രഹാമിനെ പോലുള്ള ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ജീവാപായം നേരിടുന്ന ഘട്ടത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെക്കാതെ സ്വന്തം ബുദ്ധിയിൽ ഊന്നിക്കൊണ്ട് സ്വന്തം ഐഡിയക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അബ്രഹാം അങ്ങനെ പോയതിന്റെ അനന്തരഫലം ഇന്നും അബ്രഹാമിന്റെ സന്തതികൾ അനുഭവിക്കുന്നുമുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ ആ 2 സന്ദർഭങ്ങൾ, അബ്രഹാം 2 വട്ടം നുണ പറഞ്ഞതായിട്ടുള്ള ആ 2 സന്ദർഭങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണത്. ഞാനതൊന്ന് വായിക്കാം. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എന്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രഹാം മിസ്രൈമിൽ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രൈമ്യർ കണ്ടു. ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, എഴുതിയിരിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്നത് സാറായി ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. നിർബന്ധത്താലുള്ളതാണത്, അല്ലാതെ അബ്രഹാം കൊണ്ട് ഫറവോന്റെ അരമനയിലാക്കിയെന്നല്ല. മനസ്സിലായ ദാവാക്കാരെ, എക്സ് മുസ്ലിം ഷാഹുൽ ഹമീദ്, ശരിക്കും വായിക്കണം, മലയാളം ശരിക്കും വായിക്കണം. സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു എന്നാണ്. അതൊരു നിർബന്ധത്തിന്റെ അവസ്ഥയാണ്. നിർബന്ധത്താൽ പോകേണ്ടി വന്നതാണ്, അല്ലാതെ അബ്രഹാം പരപുരുഷന് വിട്ടുകൊടുത്തതല്ല, അബ്രഹാം കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തതല്ല. പിടികിട്ടിയ പോകേണ്ടി വന്നതാണ്. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു. അവന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു.
അബ്രാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു, നീ എന്നോട് ഈ ചെയ്തതെന്ത്? അവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞതെന്ത്? അവൾ എന്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടുപോക എന്ന് പറഞ്ഞു. ഫറവോൻ അവനെക്കുറിച്ച് തന്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവന്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. ഉൽപ്പത്തി 12:9 മുതൽ 20 വരെ. ഇതാണ് ആദ്യത്തെ സംഭവം. അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാർ രാജാവായ അബീമേലെക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. പ്രത്യേകം ശ്രദ്ധിക്കണം, അബ്രഹാം കൊണ്ട് കൊടുത്തതല്ല അവിടെ. ശ്രദ്ധിക്കണേ, അബ്രഹാം കൊണ്ടുപോയിട്ട് എന്നാ ഇവളെ വച്ചോ, എനിക്ക് എന്തെങ്കിലും ചില്ലറത എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ വിമർശകന്മാർ ആരോപിക്കുന്നത് പോലെ ഇവളെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോ അബീമേലെക്ക് ആളയച്ച് പടയാളികളെ അയച്ച് പിടിച്ചുകൊണ്ട് പോയതാണ്. കേട്ടാ എമുക്കളോട് മാത്രമല്ല എല്ലാ വിമർശകന്മാരോടും പറയാണ് ആളയച്ചു കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ആ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കിയെന്ന് അങ്ങനെയൊക്കെ ചില പരാമർശം ഞാൻ കണ്ടു. അത് ഷാവുൽ ഹമീദ് പറഞ്ഞില്ല, പക്ഷെ വേറെ ആൾക്കാർ പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ആ വർത്തമാനം വേണ്ട. മലയാളം വായിക്കാൻ അറിയാമല്ലോ, വായിക്കി, അർത്ഥം പറഞ്ഞു വായിക്കി, അപ്പൊ പിടികിട്ടും. പരപുരുഷന് കൊടുത്ത് കാശുണ്ടാക്കിയതല്ല, കൂട്ടിക്കൊണ്ടുപോയതാണ്. അതും കുറഞ്ഞ ആളൊന്നുമല്ല, അവിടുത്തെ ഭരണാധികാരി, രാജാവ് തന്നെ. മനസ്സിലായോ? മിസ്രൈമിലെ ആയാലും അല്ല ഫെലിസ്തീൻ ദേശത്തെ ആയാലും ഭരണാധികാരിയാണ് അത് ചെയ്തത്, പിടിച്ചുകൊണ്ടുപോയത്. ഓക്കെ, നമുക്ക് തുറന്ന് വായിക്കാം. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എന്നാൽ അബീമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇവൾ എന്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എന്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കാം. അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അബീമേലെക്ക് അതികാലത്ത് എഴുന്നേറ്റു തന്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. അബീമേലെക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട്, നീ ഞങ്ങളോട് ചെയ്തത് എന്ത്? നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു? ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അബീമേലെക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയം ഇല്ല നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങളാകുന്നു, എന്റെ അപ്പന്റെ മകൾ, എന്റെ അമ്മയുടെ മകളല്ലതാനും. അവൾ എനിക്ക് ഭാര്യയായി. എന്നാൽ ദൈവം എന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, നീ എനിക്കൊരു ദയ ചെയ്യണം. നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങള എന്ന് എന്നെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു. അബീമേലെക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു. അവന്റെ ഭാര്യയായ സാറയെയും അവന് മടക്കി കൊടുത്തു. ഇതാ എന്റെ രാജ്യം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു, നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക എന്ന് അബീമേലെക്ക് പറഞ്ഞു. സാറയോട് അവൻ, നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ 1000 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട്. നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി. നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അബീമേലെക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. ഉൽപ്പത്തി 20:1 മുതൽ 18 വരെ. ഇതാണ് രണ്ടാമത്തെ സംഭവം. അപ്പൊ ഇത് രണ്ടും നടന്ന കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കത്തിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ വാക്കും വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടുവെങ്കിലും ദൈവം തന്നെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ അബ്രഹാമിന് പ്രായോഗിക പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രായോഗിക അനുഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞൊരാശയ അബ്രഹാം നടപ്പാക്കി. അബ്രഹാം പറയുന്നുണ്ടല്ലോ, ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത്, നമ്മൾ അങ്ങനെയാണല്ലോ വായിക്കുന്നത്, അബ്രഹാം പറയുന്നുണ്ടല്ലോ, എന്നാൽ ദൈവം എന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്
നീ എനിക്കൊരു ദയ ചെയ്യണം, നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങള എന്ന് എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് പുറപ്പെടുന്ന സമയത്താണ്. അബ്രഹാം വിശ്വാസത്തിലൊക്കെ വളർന്നു വലുതായതിനു ശേഷമല്ല, അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ ദൈവം കൽപ്പിച്ചു, അതുകൊണ്ട് പോകുന്നു എന്നുള്ളൂ. പക്ഷെ അനിശ്ചിതത്വമാണ്, എവിടേക്കാണ് പോകുന്നത് എന്ന് പോലും അറിയില്ല. ഇബ്രാഹിം അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, താൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എന്നാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനേ ദൈവം പറഞ്ഞിട്ടുള്ളൂ, ഇന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടില്ല, ഇറങ്ങി പുറപ്പെടുകയാണ്. അതൊക്കെ നല്ല കാര്യമാണ്, വിശ്വാസത്തിൽ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ ചെല്ലുന്നിടത്ത് ദൈവം എങ്ങനെയാണ് തന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും പ്രായോഗിക അനുഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വന്തം ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞൊരാശയം അബ്രഹാം നടപ്പാക്കുന്നത്, സാറയെ തന്റെ പെങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് അബ്രഹാം ചെയ്തത്. അത് ദൈവത്തിലുള്ള അവിശ്വാസമായിരുന്നു, അതുകൊണ്ട് തന്നെ തെറ്റുമാണ്. അബ്രഹാം ചെയ്ത ഈ കാര്യത്തെ ബൈബിൾ ഒരു വിധത്തിലും നീതീകരിക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല, വെള്ളം പൂശുന്നില്ല. അബ്രഹാമിന്റെ തെറ്റായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അനന്തരഫലമായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ അപമാനകരമായ സംഭവങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇപ്പൊ അബിമേലെക്ക് തന്നെ, ഞാൻ നിന്റെ ആങ്ങളയ്ക്ക് 1000 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അപമാനമാണ്. കാരണം ആങ്ങളല്ല, ശരിക്കും ഭർത്താവാണ്. ഭർത്താവായിട്ട് അവളോട് പറഞ്ഞത് നിന്റെ ആങ്ങളയ്ക്ക് കൊടുത്തുന്നത്, അത് കളിയാക്കലാണ്, പരിഹാസമാണ്. ഇത് മാത്രമല്ല, പിന്നെ ആദ്യം പോയ സ്ഥലത്ത് മിസ്രൈമിൽ പോയി കഴിഞ്ഞപ്പോഴാണ്, മിസ്രൈമിൽ ഇങ്ങനെ പറഞ്ഞ് ഫറവോന്റെ അരമനയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ സാറയ്ക്ക് ദാസിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയതാണ് ഹാഗാർ, ഇസ്രൈമ്യ അടിമ സ്ത്രീ ഹാഗാർ. ആ ഹാഗാറിന്റെ മകനാണ് ഇസ്മായേൽ. അബ്രഹാമിന് ജനിക്കുന്ന ഒരു പുത്രനാണ്, ആദ്യത്തെ മകനായിട്ട് വരുന്നത് ഈ ഇസ്മായേലാണ്. പക്ഷെ സാറയിലുള്ള ഏകസന്തതി വാഗ്ദത്ത പ്രകാരം ജനിച്ചിരിക്കുന്നത് ഇസ്ഹാക്ക് ആയതുകൊണ്ട് ഇസ്ഹാക്കിനെയാണ് ഏകജാതനായിട്ട് പരിഗണിക്കുന്നത്. ദൈവം പരിഗണിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ഇസ്മായിലിന്റെ സന്തതി പരമ്പരകൾ അവിടെ കുറെ ഉണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ മറ്റ് ഗോത്രക്കാരുമായൊക്കെ ചേർന്ന് സങ്കലനമൊക്കെ നടത്തി അതില്ലാതായി പോയി. പക്ഷെ പിൽക്കാലത്ത് പിശാച് ക്രിസ്ത്യാനിറ്റിക്കെതിരെയൊക്കെ ഒരു സംഗതിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അബ്രഹാമായിട്ട് എന്തെങ്കിലും ബന്ധം വേണമല്ലോ, പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ എന്തെങ്കിലും അബ്രഹാമിന്റെ എന്തെങ്കിലും അവകാശപ്പെടാൻ വേണമല്ലോ. അപ്പൊ നോക്കിയപ്പോ ഇസ്ഹാക്കിന്റെ ഇതിലൊന്നും അവകാശം പറയാൻ പറ്റില്ല ഇസ്ഹാക്കിന്റെ ഇതിൽ. കാരണം എന്താ, ഇസ്ഹാക്കിന്റെ സന്തതി അവരുടെ വംശം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് യഹൂദന്മാരുടെ കാര്യത്തിൽ. പിന്നെയുള്ള ഇസ്ഹാക്കിന്റെ മറ്റൊരു മകൻ ഏശാവ്. അപ്പൊ ഈ ഏശാവിന്റെ മക്കളാണ് ഏദോമിയർ എന്നറിയപ്പെടുന്നത്. അപ്പൊ അവർക്കുണ്ട്, അവരുടെ കയ്യിൽ രേഖകളുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഏശാവിന്റെ പരമ്പരയെപ്പെട്ടാണെന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ എന്താണ്, ഇസ്മായിൽ ഉണ്ട്. ഇസ്മായിലിന്റെ സന്തതി പരമ്പരകൾ ആ സമയമായപ്പോഴേക്കില്ല, അവരൊക്കെ കാലശേഷം വന്നുപോയി, ശോഷിച്ചു പോയി, ഇല്ലാതായി പോയി. ഇസ്മായിലിന് ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നു വലിയൊരു ജാതിയാക്കുമെന്ന്, വലിയ ജാതിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവരിൽ നിന്ന് 12 പ്രഭുക്കന്മാർ ഉത്ഭവിച്ചതും ആ പ്രഭുക്കന്മാർ വലുതായിട്ട് അവിടെ പാർത്തതൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങ് കഴിഞ്ഞുപോയി വാഗ്ദത്തം. എന്നേക്കും ഒരു വലിയ ജാതിയാക്കി നിർത്തുമെന്നും പറഞ്ഞിരുന്നില്ല, വലിയ ജാതിയാക്കുമെന്നേ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞ പ്രവചനം നിവൃത്തിയാക്കുകയും ചെയ്തു. പിന്നീട് അവര് ഇല്ലാതായി തീർന്നു. അപ്പൊ മുഹമ്മദ് എന്ത് ചെയ്തു, ഈ അവകാശവാദം കൊടുത്തു ഇസ്മായിലിന്റെ പേരിൽ. ഞാൻ ഇസ്മായിലിന്റെ സന്തതി പരമ്പരപ്പെട്ടാണ്. മുഹമ്മദിന് മുമ്പുള്ള മുഹമ്മദിന്റെ പിതാക്കന്മാർ ആരും ഇത് അവകാശവാദം ഉന്നയിച്ചില്ല. മുഹമ്മദിന്റെ പിതാവോ പിതാവിന്റെ പിതാവോ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഒരാളും ഞങ്ങൾ ഇസ്മായിലിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടില്ല. ചുമ്മാ മുഹമ്മദ് എന്നിട്ട് അങ്ങോട്ട് പറയുകയാണ്. ഒരു രേഖയില്ല, വംശാവലി രേഖയില്ല, ഒന്നുമില്ല, ചുമ്മാ അവകാശപ്പെടുകയാണ്. അതിന്റെ ആ ടീമിനെ കൊണ്ടുള്ള കഷ്ടപ്പാടും ദുരിതവും അന്ന് മുതലേ അബ്രഹാമിന്റെ സന്തതിയായ യഹൂ തന്നെ അനുഭവിക്കുന്നതാണ്. അന്ന് മുതലേ ഉണ്ട്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ട്. അത് അബ്രഹാം ചെയ്ത ഈ തെറ്റുകൊണ്ടാണ്. അബ്രഹാമിന് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചാൽ മതി, ക്ഷാമമാണ്, ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ട്, ഞാൻ എങ്ങോട്ടേക്ക് പോകണം, അത് ചോദിച്ചാൽ മതിയായിരുന്നു. ചോദിച്ചില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു മുമ്പേ പറഞ്ഞു ഒത്തതുപോലെ തന്നെ ഇവളെന്റെ പെങ്ങളാണെന്നും ഇവരെന്റെ ആങ്ങളെയാണെന്നും അവർ രണ്ടുപേരും പറഞ്ഞു. അനന്തരഫലം എന്താണ്, സ്ത്രീ പോകേണ്ടി വരികയാണ് അരമനയിലേക്ക്, ഫറവോന്റെ അരമനയിലേക്ക്, അബിമേലെക്കിന്റെ അരമനയിലേക്കൊക്കെ പോകേണ്ടി വരികയാണ്. മനസ്സിലായ? അപ്പോ ഷാൽ ഹമീദ് അടക്കമുള്ള വിമർശകർ ആരോപിക്കുന്നത് പോലെ അബ്രഹാം സമ്പാദ്യം നേടിയെടുക്കാൻ വേണ്ടി പരപുരുഷന് ഭാര്യയെ വിട്ടുകൊടുക്കുന്നതല്ല. രണ്ട് സമയത്തും ഭരണാധികാരികളാണ് ബലം പ്രയോഗിച്ച് സാറയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അബ്രഹാം തന്റെ ഭാര്യയെ കൂട്ടിക്കൊടുത്ത് സമ്പത്തുണ്ടാക്കി എന്നൊക്കെയുള്ള വിമർശകരുടെ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. ബൈബിൾ ഒരിക്കലും അബ്രഹാം നുണ പറഞ്ഞതിനെ ന്യായീകരിക്കുകയോ അബ്രഹാം ചെയ്തത് ശരിയാണെന്ന് പറയുകയോ ചെയ്യുന്നില്ല. ദൈവത്തിന്റെ സംരക്ഷണത്തിലുള്ള അബ്രഹാമിന്റെ വിശ്വാസക്കുറവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദോഷം എത്ര വലുതാണെന്ന് പിൻതലമുറയിലുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി ബൈബിൾ അക്കാര്യം അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ.
മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട്, ഭയനിർദ്ദേശമായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഇസ്ലാമിലെ ഇബ്രാഹിം നബിയുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. ഇബ്രാഹിം നബിയുടെ കാര്യം, ഇവരുടെ മുസ്ലിങ്ങളുടെ വിശ്വാസം ഇതാണല്ലോ, നബിമാരൊന്നും പാപം ചെയ്യുകയില്ല എന്ന്, തെറ്റ് പറയുകയില്ല, കള്ളം പറയുകയില്ല, നുണ പറയുകയില്ല, ഇതൊക്കെ അവരുടെ വിശ്വാസമല്ലേ. നമുക്ക് നോക്കാം ഇബ്രാഹിം നബിയെ കുറിച്ച് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 43 ഹദീസ് നമ്പർ 154. അബൂ ഹുറൈറ നിവേദനം, റസൂൽ പറഞ്ഞു, 3 കളവുകളല്ലാതെ ഇബ്രാഹിം നബി പറഞ്ഞിട്ടില്ല. 3 കളവുകളല്ലാതെ ഇബ്രാഹിം നബി പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? 3 കളവുകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ദാവാക്കാരെ. മനസ്സിലാക്കിക്കോ, 3 നുണ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ അന്ധവിശ്വാസം ഉണ്ടല്ലോ, നബിമാരൊന്നും നുണ പറയുകയില്ല എന്നുള്ളത്, അതങ്ങോട്ട് മാറ്റി വെക്കി. നിങ്ങളുടെ മുഹമ്മദ് തന്നെ നല്ല ഒന്നാന്തരം നുണയനാണ്. നുണയിൽ കെട്ടിപ്പടുത്ത മതമാണ് നിങ്ങളുടെ. അത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? മനസ്സിലാക്കി വെച്ചോ. അതിന് വായിക്കാൻ തുറന്ന്. 3 കളവുകളല്ലാതെ ഇബ്രാഹിം നബി പറഞ്ഞിട്ടില്ല. 2 എണ്ണം അള്ളാഹുവിന്റെ ദാത്തിന്റെ വിഷയത്തിലാണ്. ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞ വാക്കും, അല്ല അത് ചെയ്തത് അവരിലെ വലിയവനാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അത് ചെയ്തത് അവരിലെ വലിയവനാണെന്ന് പറഞ്ഞല്ലോ, ഇത് മുഹമ്മദ് കേട്ട കഥകളൊന്നും പിടികിട്ടിയിട്ടില്ല. ആശയക്കുഴപ്പം കൊണ്ടെല്ലാം കൂട്ടിച്ചേർന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ കാര്യം വായിക്കുന്നുണ്ട്. ഗിദെയോന്റെ കാര്യം. ഗിദെയോൻ പോയിട്ട് ഈ അശേരാ പ്രതിഷ്ഠ വെട്ടിമുറിച്ച് കളയുന്നു, ബാലിന്റെ ബലിപീഠം തകർത്ത് കളയുന്നു, അശേരാ പ്രതിഷ്ഠ വെട്ടിമുറിച്ച് കളയുകയും ചെയ്യുന്ന സംഭവം. അപ്പൊ ഇതിനെക്കുറിച്ച് റബ്ബിമാരുടെ ഇടയിൽ പല കഥയുണ്ട്. പിറ്റേ ദിവസം നാട്ടുകാർ മുഴുവൻ അന്വേഷണം നടത്തുന്നുണ്ട്, ഇത് ആരാ ചെയ്തെന്ന്. അവസാനമാണ് ഇത് ഗിദെയോൻ ചെയ്തതെന്ന് പറഞ്ഞ് ഗിദെയോന്റെ അടുത്ത് വരുന്നത്. ഗിദെയോന്റെ അപ്പൻ നല്ല സ്റ്റാൻഡ് എടുക്കും. അപ്പൊ അപ്പം പറയും, അത് ബാല് തന്നെ ചോദിക്കട്ടെ, ബാലിന് അതിനുള്ള ശേഷിയൊന്നും ഇല്ലേ, ബാലിന്റെ ബലിപീഠം പിടിച്ച് കളഞ്ഞെങ്കിൽ ബാല് തന്നെ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് പിന്നെ പേര് മാറ്റിയിടുന്നുണ്ട്. എരുബാലിന് പേര് മാറ്റിയിടുന്നുണ്ട്, ബാൽ അവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് യഹൂദ റബ്ബിമാരുടെ കഥയുണ്ട്. കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ചോദ്യങ്ങളായി, അന്വേഷണമായി, ആരാണ് ഇത് ചെയ്തത്, ആരാണ്. അപ്പൊ ഗിദെയോന്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗിദെയോനൊക്കെ ഒന്നും അറിയാം, ഗിദെയോനും ജോലിക്കാരും കൂടി, അവന്റെ ഭൃത്യന്മാരും കൂടെ ചെയ്തതാ. 10 പേരൊക്കെയാണ് തോന്നുന്നു ഭൃത്യന്മാർ, അവരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് രാത്രിയിൽ ഇത് ചെയ്യുന്നത്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പറ, അത് അവർ തമ്മിൽ അടിയായിരിക്കുന്നത്. ദേവന്മാര് തമ്മിൽ അടി കൂടിയിട്ട് ചിലപ്പോ മറ്റേ ദേവനെങ്ങാനായിരിക്കും ഇത് തകർത്ത് കളഞ്ഞു. കുറെ പ്രതിമകളുണ്ട് അവിടെ. അപ്പൊ അപ്പുറത്തെ ദേവനായിരിക്കും ഇത് തകർത്ത് കളഞ്ഞത് എന്ന് ഇവര് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് പറ്റുക? അത് പ്രതിമയല്ലേ, പ്രതിമയ്ക്ക് എങ്ങനെ മറ്റൊരു പ്രതിമയെ തകർക്കാൻ പറ്റുക? അപ്പൊ അത് പറ്റില്ല അല്ലേ, ജീവനില്ലാത്ത സാധനമാണ്, വിഗ്രഹക്ക് ഇത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ നിന്നാണ് ഇത് ഈ ഗിദെയോനാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചതെന്നൊക്കെയാണ് ഇവരുടെ കഥ. അപ്പൊ ഈ കഥ മുഹമ്മദിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഗിദെയോനൊക്കെ പോയി, അവിടെ ഇബ്രാഹിമായി. ഇബ്രാഹിം നബിനെ ദൈവം അവിടുന്ന് കൊണ്ടുവരുന്ന സംഭവം. ഇബ്രാഹിം നബിനെ എന്ത് ചെയ്യാണ്, ഈ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി രാത്രിയിൽ പോയിട്ട് വിഗ്രഹമൊക്കെ തകർത്ത് കളയുന്നുണ്ട്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി പറയണം, അവരിലെ വലിയ വിഗ്രഹമാണ് ചെറിയ വിഗ്രഹങ്ങളെ തകർത്തത്. പിന്നെ ഇബ്രാഹിം നബിനെ പിടിച്ച് തീയിലിട്ട് കത്തിക്കാൻ കൊല്ലാൻ നോക്കുകയാണ്, ദഹിപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെ ആ തീ കൂട്ടുന്ന സമയത്ത് അത് കെട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പല്ലി വന്നിട്ട് ഊതുന്നുണ്ട്. ഇവരുടെ കഥയാണത്. പല്ലി വന്ന് ഊതി തീ കൂടുതലങ്ങോട്ട് കത്തിക്കും. അതുകൊണ്ടാണ് പല്ലിനെ ഒറ്റയടിക്ക് കൊന്നാൽ പുണ്യം എന്നൊക്കെ മുഹമ്മദ് പറയുന്നത്. ഹദീസൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആവർത്തന വിരസത ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ എന്തായാലും അതാണ് ഇവിടെ പറഞ്ഞല്ല, അത് ചെയ്തത് അവരിലെ വലിയവനാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക് എന്ന് പറഞ്ഞല്ലോ, അത് ഈ സംഭവമാണ്. മുഹമ്മദ് ഇതൊക്കെ കൂട്ടിക്കൊളിച്ചാണ്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് പോവാം. താൻ രോഗിയാണെന്ന് പറഞ്ഞ വാക്കും, അല്ല അത് ചെയ്തത് അവരിലെ വലിയവനാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക്. ഒന്ന് സാറായുടെ കാര്യത്തിലും. അപ്പൊ 3 കാര്യമാണ്. 2 സാറയുടെ കാര്യത്തിന്റെ വിശദീകരണമാണ് പിന്നെ പറയുന്നത്. അത് പോക്കിരിയായ ഒരു ഭരണകർത്താവിന്റെ പ്രദേശത്ത് അദ്ദേഹം വന്നു, കൂടെ സാറയും ഉണ്ടായിരുന്നു. അവർ അതിസുന്ദരിയുമായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഇവൻ ഒരു പോക്കിരിയാണ്, നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ നിന്റെ കാര്യത്തിൽ പരാജയപ്പെടുത്തും. നിന്നോട് അവൻ ചോദിച്ചാൽ നീ എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞേക്കണം. യഥാർത്ഥത്തിൽ നീ ഇസ്ലാമിലെ എന്റെ സഹോദരി തന്നെയാണല്ലോ. നീയും ഞാനും അല്ലാതെ ഭൂമിയിൽ ഒരു മുസ്ലിം ഉള്ളതായി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത് അതിനേക്കാളും വലിയ കോമഡിയാണ്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് ലൂത്ത് നബിയാണ്, ലൂത്ത് നബി എന്നാ പറയാ. ലൂത്ത് ഒരു പ്രവാചകനാണ്. ഇവിടെ ഇബ്രാഹിം നബി പറയാണ്, നീയും ഞാനും അല്ലാതെ ഭൂമിയിൽ ഒരു മുസ്ലിം ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പോൾ തന്നെ ലൂത്ത് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്, ലൂത്ത് നബിയായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ലൂത്ത് മുസ്ലിം ആയിരുന്നില്ലേ? ഓരോ കഥയൊക്കെ പടച്ചു വിടുമ്പോൾ ആലോചിക്കണ്ടേ, ദാവാക്കാർ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് നിങ്ങൾ തർജ്ജമ ചെയ്തതല്ലേ പ്രശ്നമായത്? വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ തർജ്ജമ ചെയ്യാൻ? അപ്പൊ നമുക്ക് വായിക്കാം. അങ്ങനെ അയാളുടെ നാട്ടിൽ അവർ പ്രവേശിച്ചപ്പോൾ ആ പൂക്കിരിയുടെ ഒരു വക്താവ് അവരെ കണ്ടു, അതായത് സാറയെ കണ്ടു.
അവൻ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അങ്ങയുടെ ഈ നാട്ടിൽ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അവൾ അങ്ങേക്കല്ലാതെ മറ്റാർക്കും പറ്റുകയില്ല. അങ്ങനെ അവളെ ആളയച്ചു വരുത്തി. അപ്പോൾ ഇബ്രാഹിം നബി നമസ്കരിക്കാനായി നിന്നു. സാറയുടെ അടുത്ത് അവൻ വന്നപ്പോൾ അവരുടെ നേരെ കൈ നീട്ടി പിടിക്കാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ കൈ ശക്തമായി ചുരുട്ടി പിടിക്കപ്പെട്ടു. അപ്പോൾ അവൻ അവനോട് പറഞ്ഞു, എന്റെ കൈ വിടുവിക്കാൻ നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. അപ്പോൾ അവർ അങ്ങനെ ചെയ്തു. എന്നാൽ അവൻ വീണ്ടും അത് ചെയ്തു. അപ്പോൾ ആദ്യത്തെക്കാൾ ശക്തമായി കൈ ചുരുട്ടി പിടിക്കപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ പോലെ അവൻ പറഞ്ഞു. അവർ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ വീണ്ടും അവൻ അത് ആവർത്തിച്ചു. അപ്പോൾ ആദ്യത്തെ 2 തവണത്തേക്കാൾ ശക്തമായി കൈ ചുരുട്ടി പിടിക്കപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ കൈ നിവർത്തി കിട്ടാൻ നീ പ്രാർത്ഥിക്കൂ, അല്ലാഹുവിനെ തന്നെ നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. അപ്പോഴും അവരങ്ങനെ ചെയ്തു. അവന്റെ കൈ നീട്ടപ്പെട്ടു. അവരെ കൊണ്ടുവന്നവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ എനിക്ക് കൊണ്ടുവന്ന് തന്നത് ഒരു പിശാചിനെയാണ്, ഒരു മനുഷ്യനെയല്ല എത്തിച്ചു തന്നത്. എന്റെ പ്രദേശത്ത് നിന്ന് ഇവളെ പുറത്താക്കൂ, ഹാജറയെ അവൾക്ക് കൊടുക്കുക. അബൂ ഹുറൈറ പറയുന്നു, അങ്ങനെ അവൾ നടന്നു വന്നു. അവരെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്തുണ്ടായി? അവർ പറഞ്ഞു, നല്ലത് മാത്രം. ആ തെമ്മാടിയുടെ കരത്തെ അള്ളാഹു തടഞ്ഞു, അവന്റെ ഒരു അടിമ സ്ത്രീയെ തന്നു. അബൂ ഹുറൈറ പറയുന്നു, അറബികളെ, അവരാണ് നിങ്ങളുടെ ഉമ്മ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 43 ഹദീസ് നമ്പർ 154. ബൈബിളിലെ അബ്രഹാമിനെ കുറ്റം പറയാൻ നടക്കുന്ന ദാവാക്കാര് അവരുടെ സ്വന്തം കിതാബിനകത്തുള്ളത് എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയുമായിട്ട് അവർ വരുന്നത്. അവരുടെ സ്വന്തം കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി നുണ പറഞ്ഞെന്നും, ഇബ്രാഹിം നബി നുണ പറഞ്ഞതിന്റെ അനന്തരഫലമായിട്ട് സാറ ഫറവോന്റെ അടുക്കല് അല്ലെങ്കിൽ പോക്കിരി രാജയുടെ അടുക്ക് പോകേണ്ടി വരികയും ചെയ്തു എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും ഇവർ വായിച്ചിട്ടില്ല. അപ്പൊ ഇനിയെങ്കിലും ബൈബിളിനെതിരെ ഒരു വാക്ക് പറയണമെന്ന ആഗ്രഹം വരുമ്പോൾ ദാവാക്കാരെ സ്വന്തം കിതാബുകളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പറയാൻ നിന്നാൽ നിങ്ങൾക്ക് തലയിൽ മുണ്ടിടാതെ നടക്കാം. അത് മാത്രമേ പറയാനുള്ളൂ. ആ പൊറോട്ടക്കെട്ടും കെട്ടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇതുപോലെയുള്ള വാദം ഒക്കെ ആയിട്ട് വരുമ്പോണ്ട് ആ പൊറോട്ടക്കെട്ടിനൊക്കെ അഴിച്ചിട്ട് തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നടക്കരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, തലയിൽ മുണ്ടിട്ട് നടക്കരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം കിതാബൊക്കെ ഒന്ന് വായിച്ചിട്ട് ബൈബിളിനെ വിമർശിക്കാൻ പാ കേട്ടാ. അതുപോലെ എമുക്കളോടും പറയാനുള്ളത്, ഈ എമുക്കളും ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇവന്മാര് മദ്രസയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു കേട്ടാണ്. ഉസ്താദ്മാരൊക്കെ വിവരണം ഈ ടൈപ്പാണ്. അപ്പൊ അവര് പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ബൈബിളിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഒറ്റ എമുവും ബൈബിൾ വായിച്ചു നോക്കിയിട്ടല്ല ബൈബിളിനെ വിമർശിക്കാൻ വരുന്നത്. അപ്പൊ ഇനിയെങ്കിലും എമുക്കളെ, ബൈബിൾ എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ വിമർശിക്കാൻ നിൽക്കരുത്. ഖുർആൻ പോലെ ബൈബിളിനെയും വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ അറിവ് കേടുകൊണ്ടാണ്, നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട പുസ്തകമാണ് ബൈബിള്. ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞു വെച്ചോ, ഇതുവരെ അറിയില്ലെങ്കിൽ ഇനിയെങ്കിലും അറിഞ്ഞു വെച്ചോ. ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട പുസ്തകമാണ് ബൈബിൾ. ഖുർആന്റേതുപോലെ വിമർശിച്ചവരെ കൊന്നോ തടവിലിട്ടോ നാടുകടത്തിയോ വിമർശകരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്നായി വെട്ടിക്കളഞ്ഞോ പിടിച്ചു നിന്ന പുസ്തകമല്ല. വിമർശനത്തിന് ഇങ്ങനെ പിടിച്ചു നിന്ന പുസ്തകമല്ല ബൈബിള്. വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടികൾ കൊടുത്തിട്ടാണ് ബൈബിൾ വിശ്വാസികൾ വിമർശകരുടെ വായടപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആഴമറിയാതെ നിങ്ങൾ കിണറ്റി ചാടാൻ നിൽക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിളിനെയാണ് നിങ്ങൾ വിമർശിക്കാൻ വരുന്നതെങ്കിൽ അത്യാവശ്യം ഗൃഹപാഠം നടത്തിയതിനു ശേഷം ആ സാഹസത്തിന് മുതിരുക, അല്ലെങ്കിൽ ഇതുപോലെ നാണം കെടേണ്ടി വരും. മനസ്സിലായോ? അത്യാവശ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് വിമർശിക്കാൻ പാ. ഇത് എമുക്കളോട് മാത്രമല്ല, എല്ലാ വിമർശകരോടാണ്. ബൈബിളിനെ വിമർശിക്കാൻ പറ്റുന്ന സകല ടീമുകളോടാണ് പറയുന്നത്, വായിച്ചിട്ട് വിമർശിക്കുക കേട്ടാ. ഞങ്ങൾക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഈ ചോദ്യങ്ങൾ ഞങ്ങൾ എടുത്ത് അഡ്രസ് ചെയ്യും. ഈ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞതിന് ശേഷം അതേ ചോദ്യം ഞങ്ങൾ തിരിച്ച് അവരോട് ചോദിക്കാറുണ്ട്. കാരണം ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ അവർക്കും ബാധകമാണ് എന്ന് കണ്ടാൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കുക. എന്നിട്ട് ചോദിക്കും, എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളത്? നമുക്കത് അറിയണമല്ലോ. ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ മറുപടി പറഞ്ഞു. ഇനി അതേ ചോദ്യം അവരുടെ നേരെ വരുമ്പോൾ അവർക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അത് നമുക്കറിയണ്ടേ. അതുകൊണ്ടാണ് തിരിച്ച് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പൊ ഈ വിഷയത്തിലും ഞങ്ങൾക്ക് ഷാഹുൽ ഹമീദ് അടക്കമുള്ള നാസ്തികരോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ ആ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നില്ല. നാസ്തികരെ പോലെ കാര്യങ്ങൾ പഠിക്കാതെയും തെളിവുകൾ ഹാജരാക്കാതെയും ചോദ്യങ്ങൾ ചോദിച്ച് നാണം കെടാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണത്. ആ നാസ്തികരുടെ മുമ്പാകെ നിരത്താനുള്ള തെളിവുകൾ നാസ്തികരായ ആളുകൾ പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെയാണ്. അതൊക്കെയാണ് ഞങ്ങൾക്ക് നിരത്താനുള്ള തെളിവുകൾ. ആ തെളിവുകളൊക്കെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോ
നാസ്തികരുടെ സംസ്കാരം വിളിച്ചോതുന്ന ആ വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ഈ വീഡിയോയിൽ പ്ലേ ചെയ്യിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ആരെങ്കിലും റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ ആ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിൽ ഇട്ടാനെ. പക്ഷെ ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് അത്തരം ക്ലിപ്പുകൾ ഇതിനകത്ത് ഇടുന്നത്, അവരുടെ ആ സംസാരം, ആ ക്ലിപ്പുകളൊക്കെ ഇതിനകത്ത് ഇടുന്നത് ദൈവവചനത്തെ അപമാനിക്കലാണ്. മനസ്സിലായ? പച്ചത്തെറിയൊക്കെയാണ്. തെറിയൊക്കെ അവർ വിളിക്കുന്ന, അവരുടെ സംസ്കാരം വിളിച്ചോതിക്കൊണ്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കൂടെ പ്ലേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലോ എവിടെയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിന്റെ ലിങ്ക് എവിടെയും കൊടുക്കാം. കാരണം ഇത് ബൈബിൾ ക്ലാസ് ആണ്. ബൈബിളിനെ സംബന്ധിച്ച് ഒരു ആരോപണം വന്നതിന് മറുപടിയാണ്. എന്നാൽ അവന്മാരുടെ ആ പച്ചത്തറി അടക്കമുള്ള ക്ലിപ്പുകൾ അടക്കം പ്ലേ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇറക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾ ആരും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്യരുത്. വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം. ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്യരുത്. നിങ്ങൾ നാണം കിടും. അത് ആദ്യമേ പറയാം. അടുത്ത വീഡിയോയുടെയും തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ഒരു അബദ്ധം കാണിക്കരുതെന്ന് വെച്ചിട്ട്. കാരണം നാസ്തികരുടെ ഇതൊക്കെയാണ്. ഇത് നമുക്ക് 4 പേര് നിൽക്കുന്നിടത്ത് പറയാൻ പറ്റുന്നതല്ല. അതുപോലത്തെ ധാർമ്മികതയാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം എത്രയും വേഗം ആ വീഡിയോയുമായി വരുന്നതാണ്. അതുവരേക്കും കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.